പയനിയറിൻ്റെ SC-LX86 എന്നൊരു AV റിസീവറിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇത് നമുക്കിപ്പോൾ ഡിസ്കൗണ്ട് സൈസിൽ വരുന്നതാണ്, ക്ലിയറൻസ് സൈസിൽ വന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത്, ഒമാനിലുള്ള ഒരു സുഹൃത്തിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇവിടുന്ന് വണ്ടികൾ പോകുന്നുണ്ട്, അതിൽ കൊടുത്തയക്കാനുള്ള പ്ലാനിൽ വാങ്ങിയതാണ്. ഇതൊരു ഹൈ എൻഡ് റിസീവറാണ്. നമ്മളൊരു എൻട്രി ലെവൽ അല്ലെങ്കിൽ മിഡ് റേഞ്ച് ഒന്നുമല്ല, ഹൈ എൻഡ് ആണ്. അപ്പോൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. കുറേയൊക്കെ ബോക്സൊക്കെ പഴയതാണ്, ഇവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ കീറിയൊക്കെ പോയിട്ടുണ്ട്. ക്ലിയറൻസ് സൈഡാണ്. അപ്പോൾ ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ പറയുന്നുണ്ട്. അറ്റ്മോസ് ഇല്ലാത്ത റിസീവറാണ് ഇത്. ഇതിന് അറ്റ്മോസ് ഇല്ല. ഡോൾബി DTS HD DTS THX വിൻഡോ സർട്ടിഫൈഡ് ആണ്. എയർപ്ലേ AIR സ്റ്റുഡിയോസ് ലണ്ടനിലുള്ളൊരു മ്യൂസിക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്. വളരെ ഫേമസ് ആയ സ്റ്റുഡിയോ ആണ്. അപ്പോൾ അവരുടെ സർട്ടിഫിക്കേഷൻ കൂടി ഇവർക്കുണ്ട്. അതായത് ഒരു മ്യൂസിഷ്യൻ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു കൺസെപ്റ്റിൽ ഉണ്ടാക്കുന്ന റിസീവറാണിത്. ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിൽ, കണ്ടോ? ഏകദേശം 21 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇത് നമ്മുടെ 110 വോൾട്ട് മോഡലൊന്നല്ല, 220, 230, 240. അപ്പോൾ നമ്മുടെ നാട്ടിലും UAE-ലൊക്കെ യൂസ് ചെയ്യാം, വിത്തൗട്ട് കൺവേർട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് ഫീച്ചേഴ്സ്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. കൂടെ വരുന്ന ആക്സസറീസ്, ആദ്യം തന്നെ കാലിബ്രേഷൻ മൈക്ക് വരുന്നുണ്ട്. നമ്മുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓട്ടോമാറ്റിക് കാലിബ്രേഷൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് റിമോട്ടിൽ ബാറ്ററി ഉണ്ടായിരുന്നു. ഞാനത് തുറന്ന് ബാറ്ററി ഇട്ട് നോക്കിയിട്ടുണ്ട്. റിമോട്ടിൻ്റെ അകത്തന്നെ ഇപ്പോൾ ബാറ്ററി ഉണ്ട്. ബാറ്ററി സെപ്പറേറ്റ് ആയിരുന്നു. പിന്നെ ഇതിലാണ് FM ആൻറ്റിന, AM ആൻറ്റിന, പിന്നെ വേറെ എന്തൊക്കെ കോഡ്സൊക്കെ ഉണ്ട്. കുറേ കേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തൊക്കെ നമുക്ക് തുറന്ന് നോക്കാം. ഐപോഡ് കണക്ടിവിറ്റിക്കുള്ള കോഡ്. ഇത് പവർ കേബിളാണ്, വലുത് കാണുന്ന പവർ കേബിളാണ്. ഇത്രയും ആക്സറീസാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ സാധാരണ പോലെ നമ്മളെ യൂസർ ഗൈഡും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്ത് ആക്സസറീസ് വരുന്നത്. ഇനി നമുക്ക് റിസീവർ എടുത്തിട്ട് എന്താ അവസ്ഥ നോക്കാം. ഇതാണ് അതിൻ്റെ ടോപ്പ് പോർഷൻ വരുന്നത്. മിക്കവാറും ഒരു മീഡിയം റേഞ്ച് ഹൈ എൻഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ബാക്കിലോട്ട് ഉണ്ടാവും, കാരണം അത്രയും കമ്പോണൻസ് കൊള്ളണ്ടേ. നമ്മൾ RX 1050 നോക്കിയപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. കുറച്ച് പിന്നിലോട്ട് കുറച്ച് വിടുത്ത് കൂടുതലാണ്. അത് ഇതിനും അതുപോലെ തന്നെ ഉണ്ട്. അകത്ത് നല്ല രീതിയിലുള്ളൊരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പവറുള്ള AVR ആണ്. അപ്പോൾ നല്ല എയർ സർക്കുലേഷൻ കൊടുക്കേണ്ടതുണ്ട്. അത് കാരണം നല്ല രീതിയിൽ തന്നെ എയർ വെൻറ്റും കാര്യങ്ങളും മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഫ്രണ്ടിൽ തന്നെ മിക്കവാറും എല്ലാ റിസീവറിൻ്റെ പോലെ തന്നെ 2 വലിയ നോബുണ്ട്. ഇത് നമുക്ക് വരുന്നത് ഇൻപുട്ട് സെലക്ടറാണ്. അതിൻ്റെ താഴെ പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്, അത്യാവശ്യം നല്ല വലിയൊരു ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഇവിടെ വരുന്നത് അതിൻ്റെ വോളിയം കൺട്രോളർ. മിക്കവാറും ഹൈ എൻഡ് റിസീവേഴ്സ് ഉള്ള പോലെ തന്നെ കൺട്രോൾസ് എല്ലാം ഒരു ഫ്ലാപ്പിനകത്ത് ഹിഡനാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലാപ്പ് തുറക്കാം. ഇത് സ്റ്റിക്കറാണ്, ഇത് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് തുറക്കാം. ഇത്രയും കൺട്രോൾസാണ് ഇതിൽ വരുന്നത്. എല്ലാ റിസീവറിലും വരുന്ന പോലെ ഹെഡ്ഫോൺ സോക്കറ്റ് ഉണ്ട്. ഇത് സെറ്റപ്പ് മൈക്ക് കണക്ട് ചെയ്യാനുള്ളത്, USB കണക്ട് ചെയ്യാനുള്ളത്, HDMI വരുന്നുണ്ട്. ബാക്കി അത്യാവശ്യം റിമോട്ടിൽ ചെയ്യുന്ന ഫങ്ഷൻസ് എല്ലാം നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൺട്രോൾസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതിൽ കണ്ടത് യമഹയ്ക്കൊക്കെ വരുന്നത് ഇതിൻ്റെ താഴെ ഒരു സപ്പോർട്ട് കൂടിയും വരുന്നുണ്ട്. ഇതിന് സപ്പോർട്ടില്ല, ജസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലാപ്പിൽ ഇവിടെ എന്തെങ്കിലും വെയിറ്റ് വന്നാൽ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. യമഹയ്ക്ക് ഇതിൻ്റെ താഴെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാവും. എന്നിട്ട് തുറന്ന് ഇങ്ങനെ അകത്തോട്ട് പോകുന്ന പോലെ വരും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇനി സൈഡ് നോക്കാം. പ്ലെയിൻ ആയിട്ടുള്ളൊരു സൈഡ് ഭാഗമാണ് ഒരു സൈഡ്. ഇപ്പുറത്തെ സൈഡ് നോക്കാം. ഇപ്പുറത്തെ സൈഡിൽ ഇവിടെയാണ് അതിൻ്റെ ട്രാൻസ്ഫോമർ മറ്റു കാര്യങ്ങൾ വരുന്നത്. അവിടെ എയർ വെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻ വന്നിട്ടുണ്ട്. നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ CPU-ലൊക്കെ അകത്ത് വരുന്ന പോലത്തെ ഒരു ഫാനാണ്. അപ്പോൾ അത്യാവശ്യം ഹീറ്റും കാര്യങ്ങളും ഇതിലൂടെ പുറത്തോട്ട് പോകാനുള്ള ഒരു സംവിധാനമാണ് ഇത് വരുന്നത്. ഇതൊക്കെ തെർമോക്കോളിൻ്റെ പൊടികളാണ്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സൈഡിൽ നിന്ന് നോക്കി തുടങ്ങാം. ഇവിടെ വരുന്നത് HDMI സോൺ 4 ഔട്ട്. 1, 2, 3, 4, 5, 6, 7 HDMI ഇൻപുട്ടുകൾ വരുന്നുണ്ട്. പിന്നെ 2 HDMI ഔട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ
ലാൻ കേബിൾ കണക്ട് ചെയ്യാനുള്ളത്. ഇത് DC ഔട്ട്ലെറ്റാണ്, 5 വോൾട്ട് USB ഔട്ട്ലെറ്റ് അവിടെ വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പവർ കോഡ് കണക്ട് ചെയ്യാനുള്ളത്, ഡിറ്റാച്ചബിൾ പവർ കോഡാണ് ഇത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ നമുക്കൊരു വോൾട്ടേജ് സെലക്ടർ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ 110 വോൾട്ട് 220 വോൾട്ട് ഉള്ള ഒരു സെലക്ഷൻ ഇവിടെ ഇല്ല. 220, 230, 240 ആ ഒരു ഓപ്ഷൻ ഉള്ളത്. രണ്ടാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇൻപുട്ട്സും ഔട്ട്പുട്ട്സും പ്രീ ഔട്ട്സും എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇത് നമുക്ക് മൾട്ടി ചാനൽ ഇന്നായിട്ട് യൂസ് ചെയ്യാം. അതായത് ഏതെങ്കിലും പ്രീ ആംപ്ലിഫയറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോസസ്സറിൻ്റെ പ്രീ ഔട്ട് എടുത്തിട്ട് നമുക്ക് ഈ റിസീവറിൻ്റെ പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യാം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള മൾട്ടി ചാനൽ ഇൻപുട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രീ ഔട്ട് വരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇനീഷ്യലി ഈ ഓഫറിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 11.2 ചാനൽ പ്രോസസ്സിംഗ് ആണ്. വേറെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ചാനലും 2 സബ് വൂഫറും നമുക്കിതിൽ പ്രീ ഔട്ട് ഉണ്ട്. ഇതിൻ്റെ പ്രോസസ്സിംഗ് 11.2 ചാനലാണ്. പക്ഷേ സ്പീക്കർ ടെർമിനലിൽ നമുക്ക് 9 അറ്റ് എ ടൈം വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പവർ ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു എക്സ്ട്രാ എടുത്തിട്ട് നമുക്ക് ഈ റിസീവർ 11.2 ചാനൽ റിസീവറായിട്ട് യൂസ് ചെയ്യാം. സ്പീക്കർ ടെർമിനൽസ് ആണിത്. ഇതിൽ ഞാനൊരു പ്രോബ്ലം കണ്ടത്, നമ്മുടെ സാധാരണ ബനാന പ്ലഗ് ഇതിൽ ഫിറ്റ് ആകുന്നില്ല. എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒറ്റ ഇതിൽ നോക്കിയ സമയത്ത് ഞാൻ ബനാന പ്ലഗ് കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഇതിൽ ബനാന പ്ലഗ് കയറുന്നില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ സ്ക്രൂ അഴിച്ച് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഈ സ്പീക്കർ ബൈൻഡിങ് പോസ്റ്റ് ഇങ്ങനെ ലൂസാക്കിയിട്ട് കേബിൾ ഇതിനകത്തിട്ടിട്ട് പിന്നെ ടൈറ്റ് ആക്കുക. അങ്ങനെ സാധാരണ ബനാന പ്ലഗ് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണോ എന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് ഇനി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിവിടുത്തെ പ്രീ ഔട്ടും പ്രീ ഇന്നും കുറിച്ച് പറഞ്ഞു. പിന്നെ ഇതെല്ലാം ഇൻപുട്ടുകളാണ്. വീഡിയോ, DVD, സാറ്റലൈറ്റ്, സോൺ 2, സോൺ 3, അതിൻ്റെ സബ് വൂഫർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലും കോമ്പോസിറ്റ് ഇൻപുട്ടുകൾ വരുന്നുണ്ട്. താഴെ നമുക്ക് കാണാം RS-232C ടെർമിനലുണ്ട്, സീരിയൽ പോർട്ട്. പിന്നെ FM ആൻറ്റിന, AM ആൻറ്റിന, ഇൻസ്റ്റാളേഴ്സിന് യൂസ് ചെയ്യാനുള്ള ട്രിഗറും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതൊക്കെ വളരെ പ്രൊഫഷണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു സിംഗിൾ EVRന് അതിനൊന്നും യൂസ് ചെയ്യാറുണ്ട് ആവശ്യം സാധാരണ വരാറില്ല. പിന്നെ ഇവിടെ ഡിജിറ്റൽ ഉണ്ട്, ഡിജിറ്റൽ ഇൻപുട്ട്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഞാൻ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, സാധാരണ റിസീവറിൽ കാണാത്തൊരു കാര്യം കണ്ടത് ഈ ഒരു ഫെസിലിറ്റിയാണ്. USB DAC, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അതായത് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ USB കണക്ടിവിറ്റി എടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ DAC നമുക്ക് കൺവേർട്ടറായിട്ട് യൂസ് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള മ്യൂസിക് തരും എന്നാണ് DACൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, അതായത് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് കൺവേർട്ടറിലാക്കി നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. സ്പീക്കർ ടെർമിനലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചില്ല. ഇവിടെ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, സെൻട്രൽ സ്പീക്കർ, ഫ്രണ്ട് ഹൈറ്റ്, ഫ്രണ്ട് വൈഡ് ചാനൽ, സറൗണ്ട് ബാക്ക്, ഇത്രയാണ് ഇതിലെ സ്പീക്കർ ഔട്ട്പുട്ടുകൾ വരുന്നത്, സ്പീക്കർ ടെർമിനൽസ് വരുന്നത്. അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന മോഡലല്ല ഇത്. അതിൻ്റെ മുമ്പ് വന്ന ടെക്നോളജികളെല്ലാം സപ്പോർട്ട് ചെയ്യും. എല്ലാ ഡോൾബി DTS എല്ലാ സൗണ്ട് ഫോർമാറ്റ്സും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഒരു ബ്ലൂ ലൈറ്റ് നമ്മുടെ പവർ സ്വിച്ചിൻ്റെ ചുറ്റും വന്നിട്ടുണ്ട്. പവർ ഓൺ കാണിക്കുന്നുണ്ട്. ചെക്കിംഗ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്ലൂ LED, ഇത് ഓട്ടോമാറ്റിക് കാലിബ്രേഷൻ്റെ ആ സെറ്റപ്പിൻ്റെ ഒരു LED ആണ് വന്നിരിക്കുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഓണാക്കി കഴിയുമ്പോൾ. പിന്നെ ബാക്കി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. നമ്മൾ ഇൻപുട്ട് ഏതാണോ അങ്ങനത്തെ ഡിസ്പ്ലേസും കാര്യങ്ങളും, വോളിയം, എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് സെലക്ടർ വരുന്നത്. മാറുന്നതനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇൻപുട്ട്. ഇതൊന്നും നമ്മൾ മോഡേൺ റിസീവറിലൊന്നും നമ്മളിതൊന്നും യൂസ് ചെയ്യില്ല. ഒരിക്കലും ഈ നോബൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല. എല്ലാം നമ്മൾ ഫുള്ള് റിമോട്ടിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. ഇവിടെയാണ് ഈ USB DACൻ്റെ ഓപ്ഷൻ വരുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നോ എന്തെങ്കിലും മൊബൈലിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ USB കണക്ടിവിറ്റി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ DAC നമുക്ക് സൗണ്ട് പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.